പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. മുദ്വികാരുണ്യനാഥനായ ഈശോ, ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ കൃപയാലും അങ്ങയുടെ ശക്തമായ സ്നേഹത്താലും ഞങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഈശോയെ, നിൻ്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിൻ്റെ സൗഖ്യദായകമായ കൽപ്പന ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്പോൾ അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിൻ്റെ കൈ നീട്ടുക. അവനത് നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമുള്ളതായി തീർന്നു. ഈശോയെ, സൗഖ്യദായകമായ കൽപ്പന ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഞങ്ങളും ആഗ്രഹിച്ച് അപേക്ഷിക്കുന്നു. ദീപികാരുടെ നാഥനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ വചനം ജീവനും ശക്തിയുമാകുന്നു. തളർന്ന കൈകളെ ബലപ്പെടുത്തുന്നവനും മുടിഞ്ഞ ഹൃദയങ്ങളെ, തകർന്ന ഹൃദയങ്ങളെ പടുത്തുയർത്തുന്നവനുമായ കർത്താവെ, ഈ ആരാധനയിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ ആരാധന വരെയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സകല കൃപാവരങ്ങളും ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന രീതിയിൽ സമർത്ഥമായി നൽകണമേ. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന ഇന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഞാനായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഈശോയെ നിൻ്റെ സൗഖ്യദായകമാക്കുന്ന, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന കൽപ്പന നൽകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഇത്ര ശക്തമായ സൗഖ്യദായകമാകുന്ന, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന നിൻ്റെ കൽപ്പനയ്ക്ക് ഈശോയെ നന്ദി, ഈശോയെ ആരാധന. കൈ തളർന്ന മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. എന്നാൽ കർത്താവിൻ്റെ കൽപ്പനയാണത്. ആ കർത്താവിൻ്റെ കൽപ്പനയിൽ തന്നെ അത് പ്രവർത്തിക്കാനുള്ള ശക്തിയും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നൽകുന്ന ഓരോ കൽപ്പനയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് സൗഖ്യമായി കടന്നു വരുന്നതാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് ആ ദൈവത്തിൻ്റെ കൽപ്പന. ഈശോയെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഈശോയെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അസാധ്യമായതെന്ന് കരുതുന്ന എല്ലാ മേഖലകളിലേക്കും ഈശോയെ നിൻ്റെ സൗഖ്യദായകത്തിൻ്റെ കൽപ്പന, അസാധ്യമാക്കുന്നതിനെ സാധ്യമാക്കുന്ന കൽപ്പന അയക്കണമേ എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സൗഖ്യദായകമായ കൽപ്പനയ്ക്ക്, അല്ലെങ്കിൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന കൽപ്പനയ്ക്ക് ഒരു പ്രതികരണം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അത് വിശ്വാസത്തിൻ്റെ പ്രതികരണമാണ്. തർക്കിക്കാനോ ഒഴുകഴിവ് പറയുവാനോ നിൽക്കാതെ ആ മനുഷ്യൻ കൈനീട്ടാൻ ശ്രമിച്ചു. നാം നമ്മുടെ കുറവുകൾക്കിടയിലും കർത്താവിനെ അനുസരിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു എന്നുള്ളതാണ്.
നമ്മുടെ ബുദ്ധിയെ മാറ്റി നിർത്തുക. അസാധ്യമായത് സാധ്യമാകണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ മാറ്റി നിർത്തുക. പരിശ്രമിക്കണ്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ അതീതമായ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു പൂർണ്ണമായ ഒരു പുനരുദ്ധാരണമാണ് അവിടെ നടക്കുക. അവൻ്റെ കൈ മറ്റതുപോലെ സൗഖ്യമുള്ളതായി മാറി. പകുതിയായിട്ടല്ല, പൂർണ്ണമായിട്ടാണ് കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് തമ്പുരാൻ സൗഖ്യം നൽകുന്നത് പൂർണ്ണമായിട്ടാണ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ പൂർണ്ണമായ തിരിച്ചുവരവിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പൂർണ്ണമായ മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സൗഖ്യം നൽകുന്ന, പൂർണ്ണമായ സൗഖ്യം നൽകുന്ന ഒരു മാറ്റം പകുതിയായിട്ടുള്ളതല്ല, പൂർണ്ണമായിട്ടുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിമിഷത്തിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ തളർച്ചയും നിരാശയും അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് നിത്യമായ സന്തോഷവും പ്രത്യാശയും ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം. ശാരീരികമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കൈ ശോഷിച്ചവനോട് ദൈവം പറഞ്ഞതുകൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക്, രോഗം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഈശോയുടെ സൗഖ്യദായകമായ കൽപ്പന കടന്നു ചെല്ലട്ടെ. അങ്ങനെ അസാധ്യമായതിനെ സാധ്യമാക്കി അവരുടെ ജീവിതത്തിൽ തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശ്വാസയാത്രയെ തടസ്സങ്ങൾ നേരിടുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ തമ്പുരാനിൽ വിശ്വാസമുണ്ട്, പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് അനുദിന ജീവിത തടസ്സങ്ങൾ കടന്നു വരികയാണ്. അവരെല്ലാം സമർപ്പിക്കാറുണ്ട്. കാരണം ഒരു തടസ്സം കാരണം ഒരു പൂർണ്ണമായ ഒരു പുനരുദ്ധാരണം, ഒരു പൂർണ്ണമായ തിരിച്ചുവരവ്, ഒരു പൂർണ്ണമായൊരു ആഴപ്പെടൽ, പൂർണ്ണമായ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമല്ലാതായി തീരും. അതുകൊണ്ട് ഈ ആരാധനയെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശ്വാസയാത്രയിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അതെല്ലാത്തിനും എന്താണ് സഭയുടെ ഒരു പൂർണ്ണമായ പുനരുദ്ധാരം ഉണ്ടാകണം. ഒരു ആത്മീയ ചൈതന്യം, ഒരു ആദ്യകാല ചൈതന്യം നമ്മുടെ സഭയ്ക്കുണ്ടാവണം, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാവണം, കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാവണം. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ തളർന്ന ഭാഗങ്ങളെ, ഈശോയെ എൻ്റെ ജീവിതത്തിലെ അസാധ്യമെന്ന് കരുതി ഞാൻ മാറ്റിവെച്ച ഭാഗങ്ങളെ ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു, മുന്നിൽ നീട്ടുന്നു. എൻ്റെ കഴിവുകേടുകളെ അങ്ങയുടെ കൃപയാൽ സജീവമാക്കി കഴിവുള്ളതാക്കി മാറ്റണമേ. അങ്ങയുടെ വാക്കിന് അനുസരണയോടെ കീഴ്പ്പെടുവാനായിട്ട് എന്നെ സഹായിക്കണം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ നീ കൂടെ വേണം, കൈപിടിച്ചെന്നേ നടത്തണം. ഭയമെല്ലാം നീ മാറ്റിടണം, വിജയം എനിക്ക് നൽകണം. ഈശോയെ നീ കൂടെ വേണം, ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ. വഴി കുരുങ്ങി നിൽക്കുന്ന
ഞാൻ തളർന്നു വീഴുന്ന നേരിൽ നിന്നാമം ഞാൻ അലലിക്കരയും വാർത്തനാദം നീ കേൾക്കണമേ. കണ്ണുനീർ തീർത്ത് ആശ്വാസം തരും നിന്റെ സ്വരം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്നൊരു മുരളി ഹൃദയതാളം ശാന്തമാകുമ്പോൾ ഈശോയെ നീ കൂടെ വേണം. ഒരുരക്കൻ ഹൃദയം വിളിക്കും എല്ലാ വഴി നീ തന്നെ കാണിക്കേ. തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം. പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യമായാതെ ഇരിക്കേ. ജ്ഞാനത്തിൻ ഉറവിടമാം ദൈവമേ, എൻ ബുദ്ധിയിൽ വെളിച്ചമായി വരേണമേ. ഓർമ്മയുടെ വാതിൽ തുറക്കാൻ നിന്റെ സ്പർശം ചാരണമേ. ഏകാഗ്രത മഴയായി വീണൻ ചിതം നനവോടെ നെടുവീർപ്പെടുമേ. പരീക്ഷവേളയിൽ ഭയം തീർത്തു പക്കൽ നിന്നുറച്ചു താങ്ങണമേ. ഈശോയെ നീ കൂടെ വേണം. ഒരുരക്കൻ ഹൃദയം വിളിക്കും എല്ലാ വഴി നീ തന്നെ കാണിക്കേ. തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം. പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ